ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് ഏറെ പ്രതീക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. പണപ്പെരുപ്പം നിയന്ത്രിക്കുവാൻ ആകാത്ത സാഹചര്യത്തിൽ കേന്ദ്രം എന്ത് നയം സ്വീകരിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. കഴിഞ്ഞ 3 വർഷമായി തുടർന്ന വളർച്ചാ കുതിപ്പിന് കിതപ്പ് നേരിട്ടുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ സമ്പദ് വ്യവസ്ഥയെ അതിവേഗം ട്രാക്കിലാക്കുകയാണ് ധനമന്ത്രിയുടെ വെല്ലുവിളി. കഴിഞ്ഞ വർഷം 8.2% വളർച്ച നേടിയെങ്കിൽ ഈ വർഷം അത് 6.4% കഷ്ടിച്ച് കടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. രൂപയുടെ മൂല്യത്തിലെ കനത്ത ഇടിവ്, വിലക്കയറ്റം, US പ്രസിഡന്റിന്റെ വ്യാപാര നയങ്ങളെല്ലാം ഇന്ത്യൻ വിപണിയെ നഷ്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാകുമെന്ന് സർക്കാരിന് അറിയാതിരുന്ന കാര്യമൊന്നുമല്ല. ജൂലൈയിൽ പാർലമെന്റിൽ വെച്ച് നടന്ന സാമ്പത്തിക സർവേയിൽ സാമ്പത്തിക വളർച്ച 6.5% വരെ ആകാമെന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് നിരക്ക് കുറയുന്നു എന്ന് ചോദിച്ചപ്പോൾ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ പറഞ്ഞത് പ്രതീക്ഷയ്ക്കൊപ്പം വെല്ലുവിളികളെക്കുറിച്ച് ബോധ്യമുള്ളതിനാലാണ് ഈ അനുമാനത്തിൽ എത്തിയത് എന്നാണ്. സർക്കാരിന്റെ ആകെ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 8,943 കോടി രൂപ കൂടിയെങ്കിലും ഇതിൽ 2,926 കോടി രൂപ കടമെടുപ്പിന്റെ വർധനവാണ്. ഫലത്തിൽ സർക്കാരിന്റെ ആകെ വരുമാന വർധനവ് 6,017 കോടി രൂപയാണ്. കേന്ദ്ര ഗ്രാന്റ് കുറഞ്ഞെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിൽ 3,240 കോടി രൂപയുടെ വർധനവുണ്ടായി. GST വഴിയും 2,308 കോടി രൂപ അധികം കിട്ടി. ശമ്പളം, പെൻഷൻ ഇനങ്ങളിലായി 52,625 കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചത്. എന്നാൽ വികസന പദ്ധതികൾക്കായി ചിലവിട്ടത് 10,114 കോടി രൂപ മാത്രം. സർക്കാർ വിവിധ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റായി 7,242 കോടി നൽകി. വരവിനേക്കാൾ അധികം ചെലവിട്ട തുക അഥവാ ധനക്കമ്മി 35,450 കോടി രൂപ. ഈ അവസരത്തിൽ പണപ്പെരുപ്പം നിയന്ത്രിച്ച് സാമ്പത്തിക വളർച്ച നേടുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിൽ GDP-യിൽ വളർച്ച ഉണ്ടാക്കുകയാണ് വേണ്ടത്. GDP അഥവാ നിശ്ചിത കാലയളവിലെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന് ചെയ്യാൻ കഴിയുക. ഉൽപാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഉപയോഗം വർദ്ധിക്കണം. ഉപയോഗം വർദ്ധിക്കണമെങ്കിൽ ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങണം. നികുതി നിരക്ക് ഉയർന്നു നിന്നാൽ അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ ഉപയോഗം വർദ്ധിക്കാതിരിക്കുകയും GDP താഴോട്ട് പോവുകയും ചെയ്യും. അതിനാൽ ഈ ബജറ്റിൽ ആദായ നികുതി കുറയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുറച്ചില്ലെങ്കിലും കൂടാതിരിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഗുണകരമാണെങ്കിലും ഉടനെയുള്ള ഫലം പരിണിതമായിരിക്കും. ജനസംഖ്യയുടെ 2% മാത്രമാണ് നിലവിൽ ആദായ നികുതി അടയ്ക്കുന്നത്. നിലവിൽ 3 ലക്ഷം വരെ വരുമാനമുള്ളവരാണ് ആദായ നികുതി അടയ്ക്കുക. ഇതിന്റെ പരിധി 5 ലക്ഷമായി ഉയർത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയ്ക്ക് നികുതി കുറയ്ക്കുന്നതിനേക്കാൾ മെച്ചമുണ്ടാക്കുക വികസന പദ്ധതികൾക്ക് മൂലധനം കൂട്ടുമ്പോഴാണ്. മൂലധനം 1% വർദ്ധിപ്പിച്ചാൽ GDP-യിൽ 2.45% വളർച്ചയുണ്ടാകും. അതേസമയം ആദായ നികുതി ശതമാനം കുറച്ചാൽ GDP-യിൽ ഉണ്ടാവുക 1% മാത്രം വളർച്ചയാണ്. റോഡ്, പാലം പോലുള്ള വികസന പദ്ധതികൾക്കുള്ള മുതൽ മുടക്കും വളർച്ചയെ സ്വാധീനിക്കും. അതിനാൽ വികസനങ്ങളിൽ ഊന്നിയുള്ള ബജറ്റാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അടിസ്ഥാന വികസനത്തിൽ തുടങ്ങി രാജ്യത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാനുള്ള പദ്ധതികൾക്കും ഈ ബജറ്റ് പ്രാധാന്യം കൊടുക്കുമെന്നതിൽ സംശയമില്ല. ഇതിനിടയിലും പ്രതീക്ഷ കൈവിടാതെ കേരളവും ഒപ്പമുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉജ്ജ്വലമാക്കുന്ന മൂലധന നിക്ഷേപം കൂട്ടുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിക്കുന്നതെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. വായ്പാ സ്വാതന്ത്ര്യത്തോടൊപ്പം കേരളത്തിനുള്ള വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് ഉണ്ട്. ഇത് പരിഹരിക്കുവാൻ പ്രത്യേക പാക്കേജ് വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 24,000 കോടി രൂപയുടെ പാക്കേജാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഒരു ഭാഗമെങ്കിലും ഇത്തവണ ലഭിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. വയനാടിനുള്ള പ്രത്യേക സഹായവും വിഞ്ചം കണ്ടെയ്നർ ടെർമിനലിനുള്ള സഹായവും കേന്ദ്രം പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ധനമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിന് തുല്യമായി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങൾക്ക് ഏകദേശം ഇപ്പോഴും അത് കിട്ടുന്നുണ്ട്. എന്നാൽ കേരളത്തിന് ആ തുക കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് നികുതിയുടെ ഭാഗമായിട്ട് തരുന്ന പണം കുറഞ്ഞു. റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ റവന്യൂ ചെലവിന് വേണ്ടി ചെലവാക്കുന്ന പണത്തിൽ 63% ചെലവാക്കുന്നത് സ്വന്തമായ വരുമാനത്തിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നു കേരളത്തിന്. ആകെ 100 രൂപ ചെലവാക്കുമ്പോൾ 63 രൂപയും കേരളം തനതായിട്ട് ഉണ്ടാക്കേണ്ടി വരുന്നു. എന്നാൽ ഇന്ത്യൻ ആവറേജ് മറ്റു പല സംസ്ഥാനങ്ങളും
53 ചിലവാക്കേണ്ടി വരുന്നുള്ളൂ. ചില സംസ്ഥാനങ്ങൾ 30-40% ചിലവാക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ കേന്ദ്രത്തിൻ്റെ പലതരത്തിലുള്ള ഗ്രാൻറ്റും ടാക്സ് ഡിവിഷനുമാണ്. കേരളത്തിന് അത് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളാരും പറഞ്ഞതല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ചാണ്. അതുകൊണ്ട് ഈ തരത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ്, GSTയുടെ വെട്ടിക്കുറവ്, 50,000 കോടിയിലധികം വന്ന വെട്ടിക്കുറവുള്ളതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു. 24,000 കോടി. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തരും. പൂർണ്ണമായി തരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഭാഗം എങ്കിലും ഞാൻ പറയുന്നത് അത് അത്യാവശ്യമായി നമുക്ക് കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ബഡ്ജറ്റ്, ആദ്യ ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ 2 സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തു. ആന്ധ്രയ്ക്കും ബീഹാറിനും. നിങ്ങൾക്കറിയാം, നമുക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും തന്നിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ഒന്നും സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും കേരളം തനതായി ഉണ്ടാക്കേണ്ടി വരുന്ന പണത്തിൻ്റെ പകുതി പോലും ഉണ്ടാക്കേണ്ടി വരാത്ത സ്റ്റേറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കത് വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്, ഈ വയനാടിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, വയനാടിനകത്തിപ്പോൾ പ്രത്യേക ഒരു അനൗൺസ്മെൻ്റൊക്കെ അവർ നടത്തിയത് അങ്ങനെ ദുരിതം ഇച്ചിരി കാര്യമായ ദുരിതമാണെന്നൊരു അഡ്രസ്സ് തന്നതല്ലാതെ അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒന്നും തന്നിട്ടില്ല. 2,000 കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ്. അത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് കണ്ട്, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കണ്ട് സംസാരിച്ചാണ്. ഇത് കൂടാതെ ധനകാര്യ വകുപ്പിൻ്റെ ആയിട്ട് ഞങ്ങൾ ധനകാര്യമന്ത്രിമാരെ വിളിച്ചപ്പോൾ ഈ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയാണ്. രണ്ടാം ഘട്ടം മാർച്ച് 10 തുടങ്ങി ഏപ്രിൽ 4 അവസാനിക്കും. ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് സാധാരണക്കാർ തുടങ്ങി കോർപ്പറേറ്റുകൾ വരെ. ദിവസേനയൊന്നോണം റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുന്ന സുരക്ഷിത നിക്ഷേപമായി കരുതുന്ന സ്വർണത്തിന്റെ ഡിമാൻഡിലും ബജറ്റ് സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. വ്യാപാര കമ്മി ഉയരുന്നതിനാൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പരിഷ്കരിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. റിസർവ് ബാങ്കിന്റെ ഗോൾഡ് ബോണ്ട് പദ്ധതിയെ പറ്റിയുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തുടരെ ഉണ്ടാകുന്ന വിലക്കയറ്റങ്ങളിൽ നിന്നും പണപ്പെരുപ്പത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുവാൻ പ്രഖ്യാപനങ്ങൾ ഏറെ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഡൽഹി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ തന്നെ പ്രതീക്ഷയ്ക്കൊത്ത് ബജറ്റ് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. മാന്യത്തിലായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്നതാകട്ടെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരണം.